ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. 2025 ജൂലൈ 28 ദുൽഖർ സൽമാൻ ഫാൻസിന് ആഘോഷിക്കാനുള്ളതെല്ലാം ഇന്ന് രാവിലെ മുതൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് രണ്ട് സിനിമകളുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നാമത്തത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവി, ഒരു സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ മൂവി. അങ്ങനൊരു ഒരു സിനിമയുടെ ഒരു ടീസറും, അതുപോലെ അദ്ദേഹം നായകനായിട്ട് വന്ന ഒരു തമിഴ് തെലുഗു ബൈലിംഗ്വൽ ആയിട്ടുള്ള കാന്ത എന്ന സിനിമയുടെ ടീസറുമാണ് ഇന്ന് രാവിലെ മുതൽ ഇന്ന് ആകപ്പാടെ ഇൻ്റർനെറ്റ് കത്തിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം ദുൽഖർ സൽമാൻ ഫാൻസിന് ആഘോഷിക്കാനുള്ളതെല്ലാം ഈ രണ്ട് അപ്ഡേറ്റ്സിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം എന്താ പറയുക, ഇൻ്റർനെറ്റ് കത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ലോക ചാപ്റ്റർ 1 മലയാള സിനിമയാണ് നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു സിനിമയുടെ ടീസർ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ്. അദ്ദേഹം അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. നസ്ലനും നമ്മുടെ കല്യാണി പ്രിയദർശനുമാണ് പ്രധാന കഥാപാത്രമായിട്ട് വന്ന. ടൈറ്റിൽ ക്യാരക്ടറായി ചന്ദ്രയായിട്ട് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറായിട്ട് വരുന്നത് കല്യാണി പ്രിയദർശനാണ്. അപ്പം നമുക്ക് ടീസർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഡൊമിനിക് എറോണാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ടീസർ ഒന്ന് കണ്ടു നോക്കാം. മ്യൂസിക് കൊള്ളാം കേട്ടോ, മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗഗനാചാരി കോൺസെപ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗഗനാചാരിയിൽ കണ്ട കുറേ വിഷ്വൽസൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാവ്, ഇത് കിടലാണ് കേട്ടോ, നല്ല ലുക്കുണ്ട്. ചന്ദ്ര ഞാനിതൊക്കെ മിത്താണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? All legends have an element of truth. Oh! Very. He's coming. This Onam. Yes. അപ്പം ലോക ചാപ്റ്റർ 1 ചന്ദ്ര, സംവിധാനം ഡൊമിനിക് എറോൺ, പ്രൊഡ്യൂസ്ഡ് ബൈ വേഫെയറർ ഫിലിംസ്, DOP നിമിഷ് രവിയാണ് DOP. മ്യൂസിക് ജേക്സ് ബിജോയുടെ മ്യൂസിക്കാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോയാണ്. ചമൻ ചാക്കോയാണ് സിനിമ എഡിറ്റ് ചെയ്യുന്നത്. കിടിലം പടമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഈ ഒരു ഫിലിമിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ വിഷ്വൽസ് കിടിലം വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളി. ജേക്സ് ബിജോയുടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓണത്തിനാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മൾ ഗഗനാചാരിയിലൊക്കെ കണ്ടതുപോലുള്ള കുറച്ച് സയൻസ് ഫിക്ഷനും അതുപോലെ ഒരു പാരലൽ യൂണിവേഴ്സ് കോൺസെപ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സിനിമ ആയിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു മിത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷനും രണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റും, കാരണം മറ്റൊരു ലോകവും കാണിക്കുന്നുണ്ട്. ഒരു സാധാരണയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലോകവും അതുപോലെ എന്താ പറയുക, ഒരു പാരലായിട്ട് മറ്റൊരു ലോകവുമായിട്ട് രണ്ട് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഐ ഫീൽ ഇറ്റ് കുഡ് ബി സംതിങ് റിലേറ്റഡ് ടു ടൈം ട്രാവൽ ഓർ പാരലൽ യൂണിവേഴ്സ് കോൺസെപ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. എന്തായാലും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം, കാരണം അത്രമാത്രം വിഷ്വൽ എഫക്ട്സ് ഈ ഒരു ഫിലിമിൽ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കുറേ സീൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ പല സിനിമകളിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ തിയേറ്ററിക്കൽ വാച്ച്. ഒരു മലയാളത്തിനും ഒരു ലേഡി സൂപ്പർ ഹീറോ വേണമല്ലോ ഇത് നല്ലൊരു തുടക്കമാണ്. ഇത്തരത്തിലുള്ള സ്റ്റോറീസ് വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ മലയാളത്തിൽ പറ്റും. അത്തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതൊരു പുതിയ തുടക്കമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നസ്ലൻ ഡെഫിനറ്റ്ലി നസ്ലൻ്റെ എന്താണ് ഒരു വളർന്നു വരുന്ന സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുള്ളിയുടെ സെലക്ഷൻസും നല്ലതായിരിക്കും, നല്ലൊരു ക്യാരക്ടർ ആക്ച്വലി നസ്ലിനും ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ദുൽഖർ സിനിമയിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് ദുൽഖർ ആവാൻ ചാൻസ് ഉണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഡോണ്ട് നോ, നമുക്ക് തിയേറ്ററിൽ തന്നെ കാത്തിരുന്ന് കാണാം. ആ ഒരു സസ്പെൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു കാണാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. എന്തായാലും ഇതൊരു ചാപ്റ്റർ 1 ആണ്. ഇതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടൊരു പാർട്ട് 2 പാർട്ട് 3 എന്നുള്ള ലെവലിൽ പല ഇത് വരും സീക്വൽസ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം. തിയേറ്ററിൽ സിനിമ വരട്ടെ. ഡെഫിനറ്റ്ലി തിയേറ്ററിക്കൽ വാച്ചാണ്. ഇവിടെ ഓണത്തിന് റിലീസ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പടം പോയി കാണും. ഇനി നമുക്ക് രണ്ടാമത്തെ സിനിമ, ഇന്ന് രണ്ടാമതൊരു ടീസറും കൂടെ വന്നിരുന്നു, കാന്ത എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു സമുദ്രക്കനിയും ദുൽഖർ സൽമാനും പ്രധാന കഥാപാത്രമായിട്ട് വന്ന, ദുൽഖർ സൽമാനും പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. റാണ ദഗുപതിയും ദുൽഖർ സൽമാനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത്. ഇത് കാന്ത എന്ന് പറയുന്ന സിനിമ, ഇതിന് മുന്നേ ഞാൻ വായിച്ചത് തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ത്യാഗരാജർ, അതായത് എന്തായിരുന്നു അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്, ത്യാഗരാജ ഭാഗവതർ, MK ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ടീസറും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു തമിഴ് തെലുഗു ബൈലിംഗ്വലായിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. மாடர்ன் ஸ்டுடியோஸ் தயாரிக்கவிருக்கும் திரைப்படம் சாந்தா தமிழ் சினிமாவின் முதல் பேய் படம். ആദ്യത്തെ ഹൊറർ ഫിലിം പ്രൊഡക്ഷൻ. ഓക്കെ, ഇത് റിയൽ സ്റ്റോറി എങ്ങാണ്ടാണ് കേട്ടോ ഇത്. சந்திரன் பெயிண்டிங்ல பேய் நீலிய பார்த்து பயப்படுறதையா அவனும் இருக்காங்கல்ல, സമുദ്രക്കര. ஓ, வேஃபரர் ஃபிலிம்ஸ். நான் உங்களை ஒன்று கேட்கலாமா? ஆ, நீங்களும் ஐயாவும் ஏன் பேசிக்காம இருக்கீங்க? கண்ணபுரம் சார் അടിപൊളി. ദുൽഖറിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അദ്ദേഹം പീരിയോഡിക് സിനിമകൾ കിടിലമായിട്ടാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. പുള്ളിയുടെ സെലക്ഷൻ കിടിലാണ്. ഓ ഓ, எல்லாரும் சொல்லுவாங்க அவன் தான். இந்த படத்தோட கதாசிரியரா இயக்குனரா நான் சொல்றேன். கதாநாயகன் கதாநாயகி எல்லாமே நீதான். சாந்தா சீன் 60 ஷாட் 1 டேக் 1. ഭാഗ്യശ്രീ ബോസ് പുള്ളിക്കാരാണ് നായകൻ. எந்த சீன்ல ஆரம்பிக்க போறோம்? இன்னைக்கு நீங்களும் சந்திரனும் பெயிண்டிங்ல பேய் உருவத்தை பார்த்ததை பத்தி பேசிக்கிறீங்க. அது வேணா பாபு, ஏதோ நல்ல சீன்ல ஆரம்பிப்போம். ഓ എൻ്റെ പൊന്നോ. ഓ, ஐயா ஷாட் ஓகேயா? ஷார்ட் ஓகே. சீன் சேஞ்ச். என்ன நடிப்பு சக்கரவர்த்தி. നടിപ്പ് ஆரம்பமே ചക്രവർത്തി. அமர்க்களமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டதுதான். ഞെരുപ്പ മ്യൂസിക് കേട്ടോ, ഞെരുപ്പ മ്യൂസിക്. அப்புறம் സെൽവമണി படம் സെൽവം. பேரு சாந்தா இல்ல, കാന്ത കാന്ത. കാന്ത. ஆடியன்ஸுக்கும் பிடிக்கும். വാവ്, എൻ്റെ പൊന്നോ. ഞെരുപ്പൻ ട്രെയിലർ കേട്ടോ, ഞെരുപ്പൻ ടീസർ, ഒരു രക്ഷയില്ല. സെൽവമണി സെൽവരാജോ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു നമുക്ക് നോക്കട്ടെ. കാന്ത തമിഴ് മൂവി. ഇതിൻ്റെ സംവിധായകൻ ആരാണെന്ന് ഒന്ന് നോക്കിക്കോട്ടെ, സംവിധായകൻ ആരാണെന്ന്. സെൽവമണി സെൽവരാജ്, അതായത് നെറ്റ്ഫ്ലിക്സിൽ ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയൊക്കെ സംവിധാനം ചെയ്ത പുള്ളിയാണ്. ഇതിൻ്റെ ഞെരുപ്പൻ ടീച്ചറോട്ടോ, ഒരു രക്ഷയില്ലാത്ത ടീച്ചർ. ചുമ്മാ നല്ല ഫാൻസൊക്കെ അങ്ങ് തലകും മറിയുന്നത്. കാരണം ദുൽഖറിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഫിലിംസ് അല്ല, ഇപ്പം മലയാളത്തിലല്ലാതെ അന്യഭാഷയിൽ ഇറങ്ങിയ ലക്കി ഭാസ്കർ ആയാലും സീതാരാമോ ആയാലും എല്ലാം കിട്ടില്ല പെർഫോമൻസിന് ഭയങ്കരമായിട്ട് സ്കോപ്പുള്ള സിനിമകളാണ് അദ്ദേഹം മറ്റ് ഭാഷകളിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അന്യായ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലം, അഭിനയം. കാരണം
ഈ അച്ഛൻ മകൻ ഈഗോ ക്ലാഷാണ്. അച്ഛൻ മകൻ ഈഗോ ക്ലാഷാണ് പടം ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. ഇത് റിയലായിട്ട് നടന്ന സംഭവം, റിയലായിട്ട് നടന്ന അല്ലെങ്കിൽ ഒരു റിയൽ ആളെ കുറിച്ചിട്ടാണ്. ഇത് തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതർ, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് ദുൽഖർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും തമ്മിലുള്ള ഈഗോ പ്രോബ്ലംസും അവർ തമ്മിലുള്ള വിഷയങ്ങളും ഒക്കെയാണ്. ഇതൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംവിധായകനും അതിൽ നായകനായിട്ട് അഭിനയിക്കാൻ വരുന്ന മകനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ വരുന്നതും ഒരു ഹൊറർ സിനിമ എടുക്കുന്നതും ഒക്കെയാണ്. അന്ന് കണ്ടിട്ട് കിടിലം പെർഫോം. എനിക്ക് തോന്നുന്നു സമുദ്രകനി ആയാലും ദുൽഖർ ആയാലും ഒന്നിനൊന്നിന് മെച്ചമായിരിക്കും. രണ്ട് ഞേരിപ്പനായിട്ട് അടിച്ച് നിൽക്കും കേട്ടോ. അത്രമാത്രം കിട്ടില്ല. ഞാനിത് തിയേറ്ററിൽ ഡെഫിനറ്റ്ലി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 12th സെപ്റ്റംബർ 12-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. തമിഴിലും തെലുങ്കിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ബ്രിങ് ദിസ് മൂവി ഹിയർ. അപ്പം ഇവിടെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മാക്സിമം എനിക്ക് ഒന്ന് പുഷ് ചെയ്യാം ഈ ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്യിക്കാനായിട്ട്. എന്തായാലും ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. റാണ ദഗുപതി ഉണ്ട് സിനിമയിൽ, ഭാഗ്യശ്രീ ബോസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരാരെയും കാണിക്കുന്നില്ല. ടീസർ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദുൽഖർ ആൻഡ് സമുദ്രകനി. അന്യായ പെർഫോമൻസ്. ഇദ്ദേഹത്തിന് ഇത്ര കിടിലൻ സ്ക്രിപ്റ്റുകളാണ് കേട്ടോ. മറ്റേ അന്യഭാഷകളിൽ പോയിട്ടൊരു സൈഡ് റോളോ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല കിടിലൻ സ്ക്രിപ്റ്റുകളാണ് ദുൽഖറിന് കിട്ടുന്നത്. ചുമ്മാ അല്ല അദ്ദേഹം മലയാളത്തിൽ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ കിടിലം പടം ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കിടിലം പെർഫോമൻസ് ആയിരിക്കും, അന്യായ പെർഫോമൻസ്. ചുമ്മാ അല്ല ഇദ്ദേഹം പഴയ ഒരു ബയോഗ്രഫി കൈൻഡ് ഓഫ് മൂവീസൊക്കെ പുള്ളി സെലക്ട് ചെയ്യുന്നത്. എന്തായാലും ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഈ അടുത്ത കാലത്ത് ഇത്രയും എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീസർ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഡെഫിനറ്റ്ലി തിയേറ്ററിക്കൽ വാച്ചാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ടീസേഴ്സ്, 2 ടീസർ, ലോക ചാപ്റ്റർ 1 ചന്ദ്രയും അതുപോലെ കാന്ത ടീസറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാം. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.